കുഴപ്പമില്ല തെക്കുവീർ ചെല്ലുമ്പോൾ. പിന്നെ തെക്കുവീറല്ല, ഞാൻ ആരോടും തെക്കുവീറെല്ലാം പറഞ്ഞില്ല. തെക്കുവീറിൽ നിന്നാണ് ഇപ്പോൾ ദേഷ്യം. പല എനിക്ക് തെക്കുവീർ, ഞാൻ എന്താ ചെയ്യുന്ന കുട്ടികളെ ആൾക്കാർ തെക്കുവീറിന് നിങ്ങൾക്ക് ചെല്ലണ്ടെന്ന് പറയുന്ന തെക്കുവീർ നല്ലൊരു സംഗതിയല്ലേ. ഞാൻ പറഞ്ഞ് ജലിപ്പിച്ചാണ് ഈ തിരക്കില്ല. ഞാൻ അതൊന്നും പ്രതീക്ഷിതല്ല, മനസ്സിലായില്ലേ. ഞാൻ ഇങ്ങനെ ദിവസം നടത്തി പോകുന്ന ഒരാളാണ്. അതാണ് എൻ്റെ പണി എപ്പോഴും. അത് എന്നോട് ഓതിയലോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ ദിവസം നടത്തുന്ന സ്വഭാവ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്, എൻ്റെ ദർശൻ്റെ ശൈലി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ദിവസം നടത്തി പോകണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഞാനിങ്ങനെ സംസ്ഥാന പ്രസിഡൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ല. പിന്നെ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ല. ആരും എനിക്ക് വേണ്ടി തെക്കുവീർ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ തെക്കുവീറിൽ നിന്ന് വേറെയുള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ തെക്കുവീറിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനങ്ങനെ വലുതാവണമെന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നോട് തിരിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാൽ എനിക്ക് ഞാൻ പറഞ്ഞ ഈ മറ്റേ കുന്തം തന്നെയാണ് ഇല്ല. കാരണം എന്തുകൊണ്ട് ഓരോ കൊടുന്നു വരുമ്പോൾ ബാഡ് എന്തോ സാധനം ഉണ്ടല്ലോ കൊടുന്നതിന് കൗത്തിലിടണേ. എനിക്കത് ഇടണമെന്നില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ കൂടത്തിൽ ഇരിക്കാമെന്ന് എന്നോട് ഇരിക്കാൻ നിങ്ങൾ അയക്കൂല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ, ഇവിടെ ഒന്നും കയറി ഇരിക്കൂല. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ തസവുഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ്. അതിനൊക്കെ വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും. അതിന് പറ്റിയ ആളുകളെ കിട്ടണം. കിട്ടാത്ത കാലത്തോളം അത് വലിയ പ്രയാസം തന്നെയായിരിക്കും, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്ർ അതിന് പറ്റിയൊരു ദിക്ർ റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വസൂലി ഇലൽ ഹഖി തആല, അല്ലാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ർ.